പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൽ നിന്ന് വികനത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപ്രഭ നൽകിയ ദൈവരഹസ്യ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനും തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോട് നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥ വിനയമോട് നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു.
എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമരത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസം ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യരുമുണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവൻ തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ഉദവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ വായന, 2-ാം അധ്യായം 1 മുതൽ 13 വാക്യങ്ങൾ ഗുരു ആസ്വദിച്ചാലും. മിശിഹ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പന്താക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റ് അടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അവർ അത് സമ്മേളിച്ചെന്ന് വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജാലർ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങളുടെ ഓരോരുത്തരെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലിമയക്കാരും മെസപ്പൊട്ടേമിയൻ നിവാസികളും യൂദയായിലും കപ്പദോക്യയിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും ഫാമിലിയായാലും ഈജിപ്തിലും കീരനയുടെ ലബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം എല്ലാവരും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത്
നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരീക്ഷിച്ച് പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 20:19 മുതലുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചു. അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പെന്തക്കോസ്ത തിരുനാളാണ്. ശ്ലീഹ കാലം ഇന്ന് ആരംഭിക്കുകയാണ്. ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതിൻ്റെ ഓർമ്മയാണല്ലോ ഈ ശ്ലീഹക്കാലം അല്ലെങ്കിൽ പെന്തക്കോസ്ത തിരുനാൾ. അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് വായിക്കാൻ ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളാണ്. സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സഭയിൽ ശ്ലീഹകാലത്തെയും പെന്തക്കോസ്ത തിരുനാളിനെയും ഓർമ്മിക്കാൻ സുവിശേഷത്തിൽ നിന്നുള്ള വായനയല്ല സാധാരണ പരാമർശിക്കാറുള്ളത്. മറിച്ച് നമ്മളിന്ന് വായിച്ചു കേട്ട അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ അല്ലെങ്കിൽ നടപടി പുസ്തകത്തിലെ പരിശുദ്ധാത്മാവ് ശ്ലീഹന്മാരിൽ എഴുന്നള്ളി വന്ന് അതിനെ തുടർന്ന് പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗവുമാണ് ഇന്നത്തെ നമ്മുടെ വായനയിലുള്ളത്, അപ്പസ്തോല പ്രവർത്തനങ്ങളുള്ളത്, ലേഖന ഭാഗത്തുള്ളത്. അതാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള പെന്തക്കോസ്ത തിരുനാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു തിരുവചന ഭാഗം. പക്ഷേ ഇന്നത്തെ ഈ ഒരു തിരുവചനം, സുവിശേഷത്തിലെ തിരുവചനം വളരെ വ്യത്യസ്തമാണ്. ഞാനിത് വായിച്ചപ്പോൾ ഇതിൻ്റെ തൊട്ട് മുൻപും അതിന് ശേഷവും നമ്മൾക്കറിയാം, ഒരു സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ആ ഒരു പാസേജ് മാത്രം വായിച്ചാൽ പോരാ, അതിന് മുൻപും അതിന് ശേഷമൊക്കെ വായിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു സമഗ്രമായ ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോഴും അങ്ങനെ തന്നെ വായിക്കണം. ഒരു പക്ഷേ ഒരു വാചകം വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ അതിന് മുൻപും അതിന് ശേഷമൊക്കെ വായിക്കണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു വെളിച്ചം നമുക്ക് കിട്ടും. അങ്ങനെ വായിച്ചപ്പോൾ ഇന്ന് വായിച്ച് കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ അടുത്തൊരു പാരഗ്രാഫ് എന്ന് പറയുന്നത് തോമസിൻ്റെ സംശയമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ദീദിമോസ് ഈശോ വന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഈശോ വന്ന സമയത്ത് ദിദിമോസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ദീദിമോസിന് ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ച ആ ആത്മാവിനെ കിട്ടിയില്ല. അപ്പോൾ തോമസിൻ്റെ ശാഠ്യത്തിന് അർത്ഥമുണ്ടല്ലോ. അപ്പോൾ തോമസ് സംശയിച്ചുകൊണ്ടാണ് ചോദിച്ചതെന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. പക്ഷേ സത്യത്തിൽ തോമസിന് വേണ്ടത് ആ ശ്ലീഹന്മാർക്ക് കിട്ടിയ, എനിക്ക് കിട്ടാതെ പോയ ഒരു നിശ്വസിക്കലുണ്ട്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആവസിക്കലുണ്ട്. അതെനിക്കും കിട്ടണമെന്നാണ് തോമസ് ശ്ലീഹ ശാഠ്യം പിടിച്ചത്. ഇത് തോമസിൻ്റെ സംശയം എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഈ സുവിശേഷ ഭാഗം അത് മാത്രം വായിച്ച് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവില്ല. തോമസ് ശ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് അവനെ കാണണം, അവൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കണം, അവൻ്റെ മുറിവുകളെ കാണണം,
എന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന തോമസിനെ സംശയിക്കുന്ന തോമ എന്ന് നമ്മൾ വിളിക്കുമ്പോഴും ഇതിൻ്റെ തൊട്ട് മുൻപത്തെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. സ്ലീഹന്മാരുടെ മേൽ കർത്താവ് നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി. ആ പരിശുദ്ധാത്മാവിനെ തോമസിനും ലഭിക്കാൻ തോമസ് ശാഠ്യം പിടിച്ചു. നമ്മൾ തോമസിൻ്റെ മക്കൾ. നമ്മൾ തോമസിൻ്റെ മക്കളാണ്. ഈ തോമസിൻ്റെ മക്കൾ നമുക്കെന്തുകൊണ്ട് ശാഠ്യം പിടിച്ചുകൂടാ? ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി നമുക്കെന്തുകൊണ്ട് ശാഠ്യം പിടിച്ചുകൂടാ? ആത്മാവ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നിറയുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനമുണ്ടാവുക, സന്തോഷമുണ്ടാവുക. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഏറ്റവും ഒടുവിൽ കർത്താവ് പറയുന്നൊരു തിരുവചനമുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്നിട്ട് പറയുന്ന വാക്യം വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. രണ്ട്, ക്ഷമിക്കാൻ ദൈവം കൃപ തരുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുമെൻ എന്ന് പറഞ്ഞ കർത്താവ് ഉടനെ പറയുന്ന കാര്യം ഈ പാപത്തിൻ്റെയും ക്ഷമയുടെയും കാര്യങ്ങളാണ്. നോക്കിക്കേ, അപ്പോൾ എന്തിനാണ് ആത്മാവിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകേണ്ടത്? നിങ്ങൾക്കറിയാം, സ്ലീഹന്മാരുടെ ഇടയിൽ അല്പസ്വല്പമൊക്കെ ഇടർച്ചകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുവിശേഷത്തിലെല്ലാം ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണമെന്നില്ല. ഈശോ മരിച്ചതിന് ശേഷം ഇവരൊക്കെ ഒരുമിച്ച് ഭയചകിതരായി ഒരുമിച്ചിരിക്കുകയായിരുന്നു. സുവിശേഷം പറയുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഭയചകിതരായി ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം അസ്വസ്ഥതകളാണ് നമ്മുടെ കുടുംബത്തിലുണ്ടായത്. ആകെപ്പാടി ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ്. മനുഷ്യരല്ലേ? അപ്പോൾ ക്രിസ്തുവിനറിയാം, ഈശോയ്ക്കറിയാം, ഇവരുടെ ഇടയിൽ അസ്വസ്ഥതകളുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്, ഇടർച്ചകളുണ്ട്. ഇതൊക്കെ മാറണമെങ്കിൽ ആത്മാവിൻ്റെ വലിയ അഭിഷേകം കൂടിയെത്തിയത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുവിൻ, പാപങ്ങൾ ക്ഷമിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പെന്തക്കോസ്ത് തിരുനാളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. തോമസിനെ പോലെ നമുക്ക് ശാഠ്യം പിടിക്കാം. എന്ത്? എനിക്കും ഈശോയെ കാണണം, അവനിൽ നിന്ന് ആത്മാവിനെ സ്വീകരിക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലേക്കും നിങ്ങൾ കടന്നു വരുമ്പോൾ, ഈശോയെ സ്വീകരിക്കാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ ശാഠ്യം പിടിക്കണം, എനിക്കും ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണമെന്ന്. ഓരോ വിശുദ്ധ കുർബാനയിലും വൈദികൻ ഋഗാക്ഷണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ കൂപ്പി പിടിച്ച് ഇവിടെ മണിയടിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തിനാ? ആത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈശോയെ കാണുവാൻ തോമസിനെ പോലെ ഓരോ വിശുദ്ധ കുർബാനയിലും കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, ഈശോയെ, എനിക്ക് എൻ്റെ പാപങ്ങളെക്കുറിച്ചൊരു ചിന്തയുണ്ടാകാൻ, എനിക്ക് ക്ഷമ എന്ന ഒരു വലിയ പുണ്യം ലഭിക്കാൻ കർത്താവെ ആത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ലീഹന്മാരുടെ മേൽ, അല്ലെങ്കിൽ സ്ലീഹന്മാരുടെ മുമ്പിൽ അവരെ കാണിച്ചു കൊടുക്കാൻ കർത്താവ് കാണിച്ചത് തൻ്റെ മുറിവുകളാണ്. തൻ്റെ മുറിവുകളാണ് ഈശോ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, അവർ വിശ്വസിച്ചു. തോമസും പറഞ്ഞു, എന്ത്? എനിക്ക് അവൻ്റെ മുറിവുകൾ കാണണം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ മുറിവുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ സഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈശോയിലേക്ക് വരാനുള്ള ഒരു അടുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. സന്തോഷം മാത്രം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ, സമാധാനം മാത്രം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ യേശുവിലേക്ക് അടുക്കുവാൻ നമ്മൾ മടിക്കും. ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാകണം, ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ മുറിവുകളും സഹനങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഈശോയിലേക്ക് നമ്മൾ കടന്നു വരിക, വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരിക. അവിടെ ഈശോയെ നമ്മൾ കാണുക. അങ്ങനെ ഈശോയെ കാണുമ്പോഴാണ് അവൻ എൻ്റെ മേൽ ആത്മാവിനെ നിശ്വസിക്കുക.
പലപ്പോഴും നമ്മൾ മതിമറന്നു പോവുകയാണ് ജീവിതത്തിൽ. മുറിവുകളില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകണം. സഹനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ കടന്നു ചെല്ലാൻ നമുക്ക് ഒരു ഈശോയുണ്ട്, ഒരു വിശുദ്ധ കുർബാനയുണ്ട്. ആ വിശുദ്ധ കുർബാനയിലാണ് ഈശോയുള്ളത്. ആ ഈശോയിൽ നിന്നാണ് പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ മുറിവുകളിലൂടെ ഞാൻ കണ്ടെത്തേണ്ട ഈശോയെ ഈ വിശുദ്ധ കുർബാനയിൽ എനിക്ക് കണ്ടെത്താം. അങ്ങനെ അവനെ കാണുമ്പോൾ അവനോട് ചോദിക്കേണ്ടത് മറ്റൊന്നുമല്ല, മറിച്ച് അവൻ്റെ ആത്മാവിനെ റൂഹായി എനിക്ക് കുടുംബത്തിനും നൽകണമേ എന്നാണ്. എങ്കിൽ മറ്റെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഞാൻ ചുരുക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്നേഹകാലത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഓർക്കുക. തോമസിനെ പോലെ ശാഠ്യം പിടിക്കുക, അവൻ്റെ മുറിവുകളിലേക്ക് അടുക്കുക. ആ മുറിവുകളിലൂടെ ഈശോയെ കാണുക. ഈശോയെ കണ്ട് അവനിൽ നിന്ന് ആത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് ഹോളി സ്പിരിറ്റ് എന്നാണ്, റൂഹ എന്നാണ്. റൂഹ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, റൂഹ ഒന്ന് പറഞ്ഞു നോക്കിയേ. റൂഹ അത് സുറിയാനി പദമാണ്, റൂഹ. ഈ റൂഹ എന്ന് പറയുമ്പോൾ കുറച്ച് കാറ്റ് പുറത്തേക്ക് പോകും. ഒതുക്കി പറഞ്ഞില്ലെങ്കിൽ ഈ സ്പ്ലിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വീഴും. പക്ഷെ ഒതുക്കി പറയണം, റൂഹ. അപ്പോൾ അത് കാറ്റാണ്, സ്പിരിറ്റ്. ആ സ്പിരിറ്റാണ് നിശ്വസിച്ചുകൊണ്ട് ജീവനായി സ്ലേഹന്മാർക്ക് നൽകിയത്. ചിലർക്ക് സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതൊരിക്കലും ഒരു ബാഡ് സ്പിരിറ്റ് അല്ല, മറിച്ച് ഹോളി സ്പിരിറ്റാണ്. ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ ഏതെങ്കിലും സ്പിരിറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ തകർക്കും, നമ്മുടെ കുടുംബത്തെ തകർക്കും. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും പല സംഭവങ്ങളും നമുക്ക് ചുറ്റിലും നമ്മുടെ പരിചയത്തിലും നമ്മുടെ കേട്ടുകഥകളിലുമുണ്ട്. അതുകൊണ്ട് മോശം സ്പിരിറ്റിലേക്കല്ല, ബ്ലാക്ക് സ്പിരിറ്റിലേക്കല്ല, ബാഡ് സ്പിരിറ്റിലേക്കല്ല, മറിച്ച് ദ ഹോളി പ്യുവർ സ്പിരിറ്റ്, അതാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്പിരിറ്റിനെ അല്ലെങ്കിൽ മോശമായ സ്പിരിറ്റിലേക്ക് പോകുവാനുള്ള ചാഞ്ചാട്ടമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ പരിസരങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചാലക്കുടിയിലും മറ്റു പരിസരങ്ങളിലും അതുപോലെ നമ്മുടെ രൂപതയിലും നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള സ്പിരിറ്റിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പല ഗ്രൂപ്പുകളും പല സംഘടനകളുമുണ്ട്. എറണാകുളം ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്പിരിറ്റുകളുടെ മൂവ്മെൻറ്റുകളുണ്ട്. പക്ഷേ തിരിച്ചറിയേണ്ടത് യഥാർത്ഥ സ്പിരിറ്റാണ്, അത് ഹോളി സ്പിരിറ്റാണ്, അതാണ് ദൈവം. ആ സ്പിരിറ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മോശമായ സ്പിരിറ്റിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. അതിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹോളി സ്പിരിറ്റിൻ്റെ വലിയ കൃപയാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ആത്മീയ ജീവിതത്തെയും എൻ്റെ ഇടവക സമൂഹത്തെയും ഞാനായിരിക്കുന്ന ഈ നാടിനെയും വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കുകയും ഇന്നേ ദിവസം പരിശുദ്ധ റൂഹായെ അഗ്നിനാവുകളുടെ രൂപത്തിൽ ശിഷ്യ സമൂഹത്തിന്മേൽ അയക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പന്തകുസ്ത തിരുനാളിൽ പരിശുദ്ധ റൂഹയാൽ ശിഷ്യന്മാരെ ക്ഷമാശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖങ്ങൾ അകറ്റുകയും അവരിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കൂദാശകളിലൂടെ പരിശുദ്ധ റൂഹായാൽ ഞങ്ങളെ പവിത്രീകരിക്കുകയും ദൈവിക ജീവൻ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം.
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായ സ്ലീഹന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിച്ച കർത്താവെ, ഉത്തിതനായി നിന്നെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യനും നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞു മഹത്വപ്പെടുത്തുന്നതിനിടയാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. തിരുമേനിണവുമിതാ പാവന ബലിപീഠേ, സ്നേഹഭയങ്ങളോടണയുക അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയൂസഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കുമാമേ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയം രചിച്ച നീതിമാന്മാരുടെയും മകടും ചൂട് രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലഷ്ടികൾക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യദൈവവും പിതാവിന് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിൽ ഏകമാമുദീസായും ശരീരത്തിന് ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ കാവൽ മാലാഖമാരെ, വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഫാദേഴ്സ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രപൊലിത്തന്മാരും മെത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും
സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീഴ്ച നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായുക്തവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രൂപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ അണകളോടുകൂടെ അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠമിത്രാപുലിതാക്കും മാർ ആൻഡ്രൂസ് മിത്രാപുലിതാക്കും മാർ പോളി മിത്രാനും പുരോഹിതന്മാർ ശംശാനമന സമർപ്പിത അൽമായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്തർ വലിയ വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂരസ്ഥലങ്ങളിൽ അയക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കൈകൾ കൂപ്പി കണ്ണടച്ച് ഗായക സംഘത്തോടൊപ്പം നമുക്കും പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ദിവ്യരഹസ്യങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെ വർഷിക്കുമ്പോൾ ഞങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളായിരിക്കുന്ന ഇടവക സമൂഹത്തിലും ഈശോ അങ്ങയുടെ ആത്മാവിനാൽ അഭിഷേകം നൽകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർന്ന് പാടാം. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും തന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാം ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊരു വിധം എന്നോട് തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവിനെ ഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ളപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിൻ
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തരങ്ങളെ സമീപിക്കാം. അനുതാപത്തുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാവങ്ങളെക്കുറിച്ച് പക്ഷാതപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവോചനവും യാചിക്കുകയും ചെയ്യാം. അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലകളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയരും പ്രസന്നവതിനരുക്ഷകളകരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിന് നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരെ, സ്വർഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തീർച്ചയായും നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരം രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധമായ കൃപാത്താൽ സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുരോഗിയാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവരുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ പരിശുദ്ധ രൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങേ തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കും. പിതാവായ ദൈവം തൻ്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു.
ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ അജുഗണമേ, വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് നിങ്ങളെല്ലാവരും മിശിഹയുടെ തിരുഹിതം നിറവേറ്റുന്നവരും സുവിശേഷ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുന്നവരുമാകട്ടെ. ദൈവിക രഹസ്യങ്ങളുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത നിങ്ങളെ അവിടുന്ന് തൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിലേക്ക് വരണമേ സ്വസ്തി. ഇന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴോ എന്നറിഞ്ഞുകൂടാ.